പൂക്കൾ കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണല്ലേ. മനുഷ്യന്റെ വിവിധ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ, അത് സ്നേഹം, സന്തോഷം, പ്രണയം, പ്രത്യാശ, കരുതൽ എന്തുമായിക്കൊള്ളട്ടെ, മനുഷ്യൻ ഒരുപാട് സാമ്പത്തിക ചെലവുകളോടുകൂടി തന്നെ പൂക്കൾ പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട്. ഈ പൂക്കളെ നമുക്കും ഒരു വരുമാനമാർഗമാക്കിയാലോ? നന്നായിരിക്കുമല്ലേ? ലാഭം കൊയ്യാൻ പുഷ്പകൃഷി എന്ന മേഖലയെക്കുറിച്ച് വളരെ പ്രായോഗികമായി പരിശീലനം നൽകുന്ന നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് അഥവാ NSQFന്റെ ജോബ് റോളായിട്ടുള്ള FOC ഫ്ലോറികൾച്ചറിസ്റ്റ് ഓപ്പൺ കൾട്ടിവേഷൻ എന്ന കോഴ്സിന്റെ ലെവൽ 4 ആണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന ഏവർക്കും ഇത് വളരെ പ്രയോജനപ്രദമായിരിക്കാൻ വേണ്ടിയാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആയിരുന്നാലും മലയാളത്തിൽ ഈ വീഡിയോ ചെയ്യുന്നത്. പാഠഭാഗങ്ങൾ ലെവൽ 3ൽ പഠിച്ചത് ഒരിക്കൽ കൂടി പൊടി തട്ടിയെടുത്ത് വായിച്ചതിന് ശേഷം ഈ ഒരു ലെവൽ 4 കോഴ്സ് മനസ്സിലാക്കുന്നതായിരിക്കും ഉത്തമം. ഒരിക്കൽ കൂടി എല്ലാവർക്കും FOC ലെവൽ 4ന്റെ ആദ്യ ഭാഗത്തിലേക്ക് സ്വാഗതം. യൂണിറ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഫ്ലോറികൾച്ചർ എന്നാൽ എന്താണെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം. ലെവൽ 3ൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഫ്ലോറികൾച്ചർ എന്നാൽ വെറും പുഷ്പകൃഷി മാത്രമല്ല, കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഫോർ കട്ട് ഫ്ലവർ ആൻഡ് ലൂസ് ഫ്ലവർ. തണ്ടുകളോടുകൂടിയ കട്ട് ഫ്ലവർ ഉണ്ടാക്കാനും മാല കെട്ടാനും ഓണത്തിന് പൂക്കളം ഒരുക്കാനുമുള്ള ലൂസ് ഫ്ലവറായുമൊക്കെ പൂക്കൾ കൃഷി ചെയ്യാറുണ്ട്. കൂടാതെ ഓർണമെന്റൽ ഫോളിയേജ് പ്ലാന്റ്സ്, അലങ്കാര ഇലച്ചെടികളായും പോട്ടഡ് പ്ലാന്റ്സ്, അകത്തളങ്ങളിലേക്കും നമ്മുടെ ഗാർഡനുകൾ, പൂന്തോട്ടങ്ങൾ അലങ്കരിക്കുന്നതിനുള്ള പോട്ടഡ് പ്ലാന്റ്സ് ആയും, അതുപോലെ തന്നെ നിരവധി പെർഫ്യൂംസ്, സുഗന്ധദ്രവ്യങ്ങളുടെ അസംസ്കൃത വസ്തുക്കളായും, നാച്ചുറൽ കളേഴ്സ്, പ്രകൃതിദത്ത നിറങ്ങൾക്കു വേണ്ടിയും, കോസ്മെറ്റിക്സ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടിയും പൂക്കളെ പ്രയോജനപ്പെടുത്തി വരുന്നു. അതുപോലെ തന്നെ നടീൽ വസ്തുക്കളായിട്ടുള്ള വിത്തുകൾ, സീഡ്സ്, കട്ടിങ്സ്, തണ്ടുകൾ, ബഡ്ഡിംഗ്, ലെയറിംഗ് മുതലായ അനവധി പ്രവർത്തനങ്ങൾ ഫ്ലോറികൾച്ചർ എന്ന വലിയ ഒരു മേഖല കൈകാര്യം ചെയ്തു വരുന്നുണ്ട്. മൂല്യവർദ്ധന എന്നുള്ളത് ഫ്ലോറികൾച്ചറിന്റെ കീഴിൽ വരുന്ന ഒരു ചെറിയ ഭാഗം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഉണങ്ങിയ പുഷ്പങ്ങൾ, ഡ്രൈ ഫ്ലവേഴ്സ്, അത് ഒരു വലിയ വ്യവസായത്തിന് സാധ്യത തുറന്നു തരുന്ന മേഖലയാണെന്ന് കൂടി ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ വെറും പൂക്കൃഷി മാത്രമല്ല എന്നുള്ളത് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ഈ പുഷ്പകൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ നമ്മൾ ഫ്ലോറികൾച്ചറിസ്റ്റ് അല്ലെങ്കിൽ ഫ്ലോറിസ്റ്റ് എന്ന പേരിലാണ് വിളിക്കുക.
NSQF ലെവൽ 4-ൽ നമ്മൾ ഈ ബൃഹത്തായ മേഖല മുഴുവനായും കവർ ചെയ്യുന്നില്ല. നേരെമറിച്ച് പ്രധാനപ്പെട്ട പുഷ്പങ്ങളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അതുകൂടാതെ അവയുടെ വിളവെടുപ്പിന് ശേഷം വരുന്ന കുറച്ച് മൂല്യവർധനയും കൂടാതെ നമ്മുടെ ഫ്ലോറികൾച്ചർ എന്നുള്ള കാർഷിക പരിപാടികൾക്കിടയിൽ വരുന്ന ഫ്ലോറികൾച്ചർ മേഖലയിലെ കാർഷിക പ്രവർത്തനങ്ങൾക്കിടയിൽ വരുന്ന അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ടുന്ന സുരക്ഷാ പ്രവർത്തനങ്ങൾ, ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന പരിക്കുകൾ അല്ലെങ്കിൽ കൃഷിയിടവുമായി ബന്ധപ്പെട്ട് ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്നിവയും ഈ ഒരു കോഴ്സിൽ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട പൂക്കൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയുന്നത് പോലെ റോസ്, പൂക്കളുടെ റാണിയായിട്ടുള്ള റോസ്, കാർണേഷൻ, ക്രിസാന്തിമം, ജെർബറ, ഗ്ലാഡിയോലസ്, ഓർക്കിഡ്സ്, ആന്തൂറിയം, ട്യൂലിപ്പ്, ലിലീസ്, ആസ്റ്റർ, ജാസ്മിൻ, മാരിഗോൾഡ്, ട്യൂബറോസ് എന്നിവയാണ് നമുക്കെല്ലാം അറിയാവുന്ന കുറച്ച് പ്രധാന പുഷ്പവിളകൾ. നമ്മൾ പഠിക്കാൻ പോകുന്ന ഓപ്പൺ ഫീൽഡ് കൾട്ടിവേഷന്, തുറസായ സ്ഥലങ്ങളിലേക്ക് പറ്റുന്ന പൂക്കൃഷിക്ക് അനുയോജ്യമായ വിളകൾ റോസ്, ചൈന ആസ്റ്റർ, ക്രിസാന്തിമം, മാരിഗോൾഡ്, ജാസ്മിൻ, ഗ്ലാഡിയോലസ്, ട്യൂബറോസ്, ക്രൊസാൻഡ്ര മുതലായവയാണ്. ഇവയെ ഓരോന്നിനെക്കുറിച്ചും നമുക്ക് വിശദമായി തന്നെ പഠിക്കാം. ആദ്യമായി യൂണിറ്റ് 1-ൽ കൾട്ടിവേഷൻ ഓഫ് കമേഴ്ഷ്യൽ ക്രോപ്പ്, വാണിജ്യാടിസ്ഥാനത്തിലുള്ള പൂക്കൃഷിയിൽ കൊച്ചു സുന്ദരിയായിട്ടുള്ള സ്റ്റാറിനെ കുറിച്ച്, ആസ്റ്ററിൻ്റെ ചൈന ആസ്റ്റർ എന്ന് പറയുന്ന വിളയെക്കുറിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം. ചൈന ആസ്റ്റർ, അതിൻ്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് കാലിസ്റ്റിഫസ് ചൈനൻസിസ് എന്നതാണ്. ആസ്റ്ററേസിയെ എന്ന പുഷ്പങ്ങളുടെ വലിയ ഒരു കുടുംബത്തിലെ കൊച്ചു സുന്ദരിയാണ് ചൈന ആസ്റ്റർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ ചെടി ചൈനയിൽ നിന്നും വന്നതാണെന്നാണ് കരുതപ്പെടുന്നത്. ലോകം മുഴുവൻ ഇത് എത്തിപ്പെട്ടത് ചൈനയിൽ നിന്നുമാണെന്നാണ് ചുരുക്കം. ഇനി ഈ പുഷ്പവിളയുടെ പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഗാർഡൻ ആനുവൽ. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആനുവൽ പ്ലാന്റ് ആണ്, ആനുവൽ ഫ്ലവർ ആണ് ചൈന ആസ്റ്റർ. ആനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ചെടിയുടെ ജീവിതചക്രം ഒരു വർഷം കൊണ്ട്, വിത്ത് മുതൽ അടുത്ത വിത്ത് ഉൽപാദനം വരേക്കും ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന സസ്യങ്ങളെയാണ് ആനുവൽ എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്. രണ്ടാമത്തെ ഉപയോഗം യൂസ്ഡ് ഫോർ ഫ്ലവർ അറേഞ്ച്മെന്റ്സ്, പൂക്കൾ അലങ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ബൊക്കെ മേക്കിംഗ് ആൻഡ് റിലീജിയസ് ഓഫറിങ്സ്, മതപരമായ ചടങ്ങുകൾക്ക് ക്ഷേത്രങ്ങളിലും പള്ളികളിലുമെല്ലാം ഉപയോഗിക്കാൻ ചൈന ആസ്റ്റർ ആവശ്യമായി വരുന്നു. കമേഴ്ഷ്യലി യൂസ്ഡ് ആസ് കട്ട് ഫ്ലവർ ഫോർ ഇന്റീരിയർ ഡെക്കറേഷൻ, അകത്തളങ്ങൾ അലങ്കരിക്കുന്നതിന് വേണ്ടി വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ഒരു കട്ട് ഫ്ലവർ ആണ് ആസ്റ്റർ. ഇറ്റ് ഈസ് എ പോപ്പുലർ പോട്ട് പ്ലാന്റ്. ചട്ടികളിലും മറ്റു കണ്ടെയ്നറുകളിലെല്ലാം തന്നെ വളർത്താൻ അനുയോജ്യമായ ഒരു
പോട്ട് പ്ലാന്റ് ആണ് ആസ്റ്റർ. This can be used as herbaceous border in garden and window boxes. ഗാർഡനുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും വീടുകളിലുമെല്ലാം വിൻഡോ ബോക്സസിലും നടാനായി ചൈന ആസ്റ്റർ ഉപയോഗിക്കുന്നു. ഹെർബേഷ്യസ് ബോർഡർ, അരികുചെടിയായി വളർത്താൻ വളരെ അനുയോജ്യമായ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ചൈന ആസ്റ്റർ. ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് പ്ലാന്റ്. ചൈന ആസ്റ്ററിന്റെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഹാഫ് ഹാർഡി ആനുവൽ ഫ്ലവറിംഗ് പ്ലാന്റ്. ഒരുപാടല്ലെങ്കിലും കുറച്ചെങ്കിലും പ്രതികൂല കാലാവസ്ഥകളെ തരണം ചെയ്ത് നന്നായി വളരാൻ കഴിയുന്ന ഒരു ഏകവർഷിയായിട്ടുള്ള, ആനുവൽ എന്നുള്ളതിന് ഏകവർഷി എന്ന് നമുക്ക് പറയാം, ഏകവർഷിയായിട്ടുള്ള പൂച്ചെടിയാണ് ആസ്റ്റർ. ഹൈറ്റ് ഓഫ് പ്ലാന്റ് റേഞ്ചസ് ഫ്രം 6 inches to 3 feet. 6 ഇഞ്ച് മുതൽ 3 അടി വരേക്കും ഈ ചെടി വളരുന്നു. 6 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 സെന്റിമീറ്റർ, നമ്മുടെ കൊച്ചു സ്കെയിലിന്റെ നീളം. 3 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 മീറ്റർ. അതായത് ആസ്റ്റർ ചെടിയുടെ ഉയരം 15 സെന്റിമീറ്ററിനും ഏതാണ്ട് 1 മീറ്ററിനും ഇടയിലായിരിക്കുമെന്നർത്ഥം. പ്ലാന്റ്സ് ആർ ഇറക്റ്റ് വിത്ത് ബ്രാഞ്ചിങ് ഹാബിറ്റ്. ഉയർന്നു വളരുന്ന ചെടിയാണ് ആസ്റ്റർ. ഒപ്പം കുറച്ച് ശാഖകളും ഉണ്ടായിരിക്കും. ലീവ്സ് ആർ ഓൾട്ടർനേറ്റ്. ഒന്നിടവിട്ട രീതിയിലാണ് ഇലകൾ കണ്ടുവരുന്നത്. ആ ഇലകളാവട്ടെ ബ്രോഡ്ലി ഓവേറ്റ്, ഓവൽ ഷേപ്പിലുള്ള ഇലകളാണ്. വിത്ത് ഇറഗുലർലി ടൂത്ത് മാർജിൻസ്. അതിൻ്റെ അരികുകൾ ഈ പടത്തിൽ കാണുന്നത് പോലെ, മുകളിലുള്ള ചിത്രത്തിൽ കാണുന്നത് പോലെ അരികുകൾ വെട്ടുകൾ അല്ലെങ്കിൽ പല്ലുകൾ പോലുള്ള സ്ട്രക്ചർ കാണപ്പെടുന്നു. പൂക്കളുടെ കാര്യത്തിലാണെങ്കിൽ ആസ്റ്ററിന്റെ പൂക്കൾ സോളിറ്ററി, അതായത് ഓരോ ചെടിയിലും അറ്റത്തായി, അഗ്രഭാഗത്തായി ഓരോരോ പൂക്കളായിട്ടാണ് കണ്ടുവരുന്നത്. ആസ്റ്റർ ചെടിയുടെ പൂക്കൾ അല്ലെങ്കിൽ ആസ്റ്ററേസിയെ എന്ന സസ്യകുടുംബത്തിലെ പൂക്കൾക്കെല്ലാം ഉള്ള ഒരു പ്രത്യേകതയാണ് 2 തരത്തിലുള്ള ഫ്ലോററ്റുകൾ അതിൽ കാണുന്നു എന്നുള്ളത്. ബ്ലൂംസ് എന്ന് പറഞ്ഞാൽ പൂക്കൾ തന്നെ. ബ്ലൂംസ് കണ്ടെയ്ൻ 2 kinds of florets. Outer ray florets are long. നമ്മളെല്ലാം കാണുന്ന വളരെ ഭംഗിയുള്ള ഇതളുകൾ എന്ന് നമ്മൾ പറയുന്നത് റേ ഫ്ലോററ്റ്സ് ആണ്. അത് നീണ്ടിരിക്കുന്നു. സെൻട്രൽ ഡിസ്ക് കണ്ടെയ്ൻസ് ഡിസ്ക് ഫ്ലോററ്റ്സ്. ഡിസ്ക് ഫ്ലോററ്റ്സ് തന്നെയാണ് വിത്തുകളായി രൂപപ്പെടുന്നത്. ആസ്റ്ററിന്റെ പൂക്കൾ ഡബിൾ ഓർ സെമി ഡബിൾ എന്ന മാതൃകയിലാണ് കണ്ടുവരുന്നത്. ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സെമി ഡബിൾ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റൽസ് അഥവാ ഇതളുകൾ ഏതാണ്ട് 2 വരിയിലാൽ എന്ന പോലെ കാണപ്പെടുന്നു. മധ്യത്തിലുള്ള ഡിസ്ക് ഫ്ലോററ്റ് വളരെ പ്രത്യക്ഷമായി നമുക്ക് കാണാൻ സാധിക്കും. ഡബിൾ ഫ്ലവറിലാണെങ്കിൽ പെറ്റൽസ് എല്ലാം തിങ്ങി നിറഞ്ഞ് ഡിസ്ക് ഫ്ലോററ്റ്സ് ഒന്നും തന്നെ കാണാൻ പറ്റാത്ത പോലെയുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആസ്റ്ററിന്റെ പേര് വന്നത് സ്റ്റാർ പോലുള്ള ഫ്ലവർ ഹെഡ് ഉള്ളത് കൊണ്ടാണ്. They have star-like flower head.
Their colors vary from white to creamy yellow, pink, blue, red and purple. വിവിധ നിറങ്ങളിൽ വളരെ നമ്മളെ മാടി വിളിക്കുന്ന ഒരുപാട് വർണ്ണങ്ങളിൽ ആസ്റ്റർ പൂക്കൾ കണ്ടുവരുന്നു. കൾട്ടിവേഴ്സ് ഓഫ് ചൈന ആസ്റ്റർ. ചൈന ആസ്റ്ററിന്റെ വിവിധ കൾട്ടിവാറുകൾ, ഇനങ്ങൾ എന്ന് തന്നെ നമുക്ക് മലയാളത്തിൽ സൂചിപ്പിക്കാം. 4 പ്രധാന വിഭാഗങ്ങളിലായിട്ടാണ് കണ്ടുവരുന്നത്. ഇത്തിരി കുഞ്ഞന്മാരായിട്ടുള്ള വെരി ഡ്വാർഫ്, അതായത് ഉയരം, ചെടിയുടെ ഉയരം 20 സെന്റിമീറ്റർ മാത്രമുള്ള ഇത്തിരി കുഞ്ഞന്മാർ. ഡ്വാർഫ് 20 സെന്റിമീറ്റർ മുതൽ 40 സെന്റിമീറ്റർ വരെയുള്ള സസ്യങ്ങൾ. ഇന്റർമീഡിയറ്റ് 40 സെന്റിമീറ്റർ മുതൽ 60 സെന്റിമീറ്റർ വരെയുള്ള ചെടികൾ. ടോൾ 60 മുതൽ 80 സെന്റിമീറ്റർ വരെ ഉയരം വരുന്ന ചെടികൾ. എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായി വെരി ഡ്വാർഫ്, ഡ്വാർഫ്, ഇന്റർമീഡിയറ്റ് ആൻഡ് ടോൾ. ടോൾ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായിട്ടാണ് ആസ്റ്റർ ചെടികൾ കണ്ടുവരുന്നത്. അടുത്തതായി നമുക്ക് ആസ്റ്റർ കൃഷിക്ക് വേണ്ട, ചൈന ആസ്റ്റർ കൃഷിക്ക് വേണ്ട ക്ലൈമറ്റ് ആൻഡ് ഗ്രോയിങ് സീസൺസ് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ചൈന ആസ്റ്റർ ഈസ് നോർമലി എ വിന്റർ സീസൺ ഫ്ലവറിംഗ് ആനുവൽ. ചൈന ആസ്റ്റർ എന്ന് പറയുന്നത് വിന്റർ സീസണിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു ഏകവർഷിയായ സസ്യമാണ്. അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെക്കിടയിലുള്ള ശക്തമായ മഴയില്ലാത്ത സമയത്ത് നട്ടുകഴിഞ്ഞ് വളർന്ന് തണുപ്പുള്ള സമയങ്ങളിൽ, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ സമയങ്ങളിൽ ധാരാളം പുഷ്പിക്കുന്ന ഒരു സസ്യമാണ് ചൈന ആസ്റ്റർ. The day temperature of 10 to 12 degrees Celsius is favorable to develop large size flowers. ചൈന ആസ്റ്റർ വളരുന്ന സമയത്ത് പകൽ സമയത്തെ താപനില 10 മുതൽ 12 ഡിഗ്രി സെൽഷ്യസ് ആവുന്നത് വലിയ പൂക്കൾ ഉണ്ടാകാൻ, ഫ്ലവർ ഹെഡ് വളരെ വലുപ്പത്തിലുണ്ടാകാൻ സഹായിക്കുന്നു. ഈ ഒരു കാലാവസ്ഥ ഏറ്റവും നന്നായി അനുഭവപ്പെടുന്നത് ഇടുക്കി, വയനാട് ജില്ലകളിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന പൂക്കൾക്കെല്ലാം പൊതുവെ വലിപ്പവും നിറവും കൂടുതലായിരിക്കും, പ്രത്യേകിച്ച് വിന്റർ സീസൺ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്. Now the color is well developed in the temperature range of 20 to 30 degrees Celsius during day. പകൽ സമയത്തെ താപനില 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ ആണെങ്കിൽ സെൽഷ്യസും ഒപ്പം രാത്രിയിലെ താപനില 15 to 17 ഡിഗ്രി സെൽഷ്യസ് ഡ്യൂറിംഗ് നൈറ്റ്. രാത്രിയിലെ താപനില 15 മുതൽ 17 ഡിഗ്രി സെൽഷ്യസും RH റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അന്തരീക്ഷ ആർദ്രത 50 മുതൽ 60% വരെയുമാണെങ്കിൽ പൂക്കൾക്ക് നല്ല നിറം ഉണ്ടാകാൻ സഹായിക്കുന്നു. It needs sufficient sunlight for better growth and flowering. ധാരാളം സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടിയാണ് ആസ്റ്റർ. It needs limited rains spread over from June to September. ജൂൺ മുതൽ സെപ്റ്റംബർ വരെക്കിടയിലുള്ള സമയങ്ങളിൽ, അതായത് നല്ല ഗ്രോയിങ് പീരീഡിൽ മഴ കുറച്ച് മാത്രം ആവശ്യമുള്ള ചെടിയാണ് ആസ്റ്റർ. Followed by provision of frequent but light irrigations. തുടർന്നുള്ള സമയങ്ങളിൽ, സെപ്റ്റംബറിന് ശേഷമുള്ള നമുക്ക് സാധാരണ തണുപ്പ് അനുഭവപ്പെടുന്ന സമയങ്ങളിൽ ലൈറ്റ് ഇറിഗേഷൻ ആവശ്യമുള്ള സസ്യമാണ് ആസ്റ്റർ. ഹെവി റെയിൻസ് കോസ് ഫംഗൽ ഡിസീസ് ലൈക്ക് ലീവ് സ്പോട്ട് ആൻഡ് വിൽറ്റ്. ഒരുപാട് മഴ ഉണ്ടെങ്കിൽ എല്ലാ വിളകളിലും എന്ന പോലെ ആസ്റ്റർ ചെടികളിലും ഫംഗസ് രോഗം, ഉദാഹരണമായി ലീവ് സ്പോട്ട് ഇലപ്പുള്ളി രോഗം, വിൽട്ട് വാട്ടരോഗം മുതലായവ കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൾട്ടിവേഴ്സ് ഓഫ് ചൈന ആസ്റ്റർ. ചൈന ആസ്റ്ററിന്റെ വിവിധ കൾട്ടിവാറുകൾ, ഇനങ്ങൾ എന്ന് തന്നെ നമുക്ക് മലയാളത്തിൽ സൂചിപ്പിക്കാം. 4 പ്രധാന വിഭാഗങ്ങളിലായിട്ടാണ് കണ്ടുവരുന്നത്. ഇത്തിരി കുഞ്ഞന്മാരായിട്ടുള്ള വെരി ഡ്വാർഫ്, അതായത് ഉയരം, ചെടിയുടെ ഉയരം 20 സെന്റിമീറ്റർ മാത്രമുള്ള ഇത്തിരി കുഞ്ഞന്മാർ. ഡ്വാർഫ് 20 സെന്റിമീറ്റർ മുതൽ 40 സെന്റിമീറ്റർ വരെയുള്ള സസ്യങ്ങൾ. ഇന്റർമീഡിയറ്റ് 40 സെന്റിമീറ്റർ മുതൽ 60 സെന്റിമീറ്റർ വരെയുള്ള ചെടികൾ.
tall 60 മുതൽ 80 സെന്റിമീറ്റർ വരെ ഉയരം വരുന്ന ചെടികൾ. എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായി വെരി ഡ്വാർഫ്, ഡ്വാർഫ്, ഇന്റർമീഡിയറ്റ് ആൻഡ് ട്വാൾ. ടാൾ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായിട്ടാണ് ആസ്റ്റർ ചെടികൾ കണ്ടുവരുന്നത്. അടുത്തതായി നമുക്ക് ആസ്റ്റർ കൃഷിക്ക് വേണ്ട, ചൈന ആസ്റ്റർ കൃഷിക്ക് വേണ്ട ക്ലൈമറ്റ് ആൻഡ് ഗ്രോയിങ് സീസൺസ് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ചൈന ആസ്റ്റർ ഈസ് നോർമലി എ വിന്റർ സീസൺ ഫ്ലവറിംഗ് ആനുവൽ. ചൈന ആസ്റ്റർ എന്ന് പറയുന്നത് വിന്റർ സീസണിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു ഏകവർഷിയായ സസ്യമാണ്. അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെക്കിടയിലുള്ള ശക്തമായ മഴയില്ലാത്ത സമയത്ത് നട്ടുകഴിഞ്ഞ് വളർന്ന് തണുപ്പുള്ള സമയങ്ങളിൽ, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ സമയങ്ങളിൽ ധാരാളം പുഷ്പിക്കുന്ന ഒരു സസ്യമാണ് ചൈന ആസ്റ്റർ. The day temperature of 10 to 12 degrees Celsius is favorable to develop large size flowers. ചൈന ആസ്റ്റർ വളരുന്ന സമയത്ത് പകൽ സമയത്തെ താപനില 10 മുതൽ 12 ഡിഗ്രി സെൽഷ്യസ് ആവുന്നത് വലിയ പൂക്കളുണ്ടാകാൻ, ഫ്ലവർ ഹെഡ് വളരെ വലുപ്പത്തിലുണ്ടാകാൻ സഹായിക്കുന്നു. ഈ ഒരു കാലാവസ്ഥ ഏറ്റവും നന്നായി അനുഭവപ്പെടുന്നത് ഇടുക്കി, വയനാട് ജില്ലകളിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന പൂക്കൾക്കെല്ലാം പൊതുവെ വലിപ്പവും നിറവും കൂടുതലായിരിക്കും, പ്രത്യേകിച്ച് വിന്റർ സീസൺ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്. Now the color is well developed in the temperature range of 20 to 30 degrees Celsius during day. പകൽ സമയത്തെ താപനില 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ ആണെങ്കിൽ സെൽഷ്യസും ഒപ്പം രാത്രിയിലെ താപനില 15 to 17 ഡിഗ്രി സെൽഷ്യസ് ഡ്യൂറിംഗ് നൈറ്റ്. രാത്രിയിലെ താപനില 15 മുതൽ 17 ഡിഗ്രി സെൽഷ്യസും RH റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അന്തരീക്ഷ ആർദ്രത 50 മുതൽ 60% വരെയുമാണെങ്കിൽ പൂക്കൾക്ക് നല്ല നിറം ഉണ്ടാകാൻ സഹായിക്കുന്നു. It needs sufficient sunlight for better growth and flowering. ധാരാളം സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടിയാണ് ആസ്റ്റർ. It needs limited rains spread over from June to September. ജൂൺ മുതൽ സെപ്റ്റംബർ വരെക്കിടയിലുള്ള സമയങ്ങളിൽ, അതായത് നല്ല ഗ്രോയിങ് പീരീഡിൽ മഴ കുറച്ച് മാത്രം ആവശ്യമുള്ള ചെടിയാണ് ആസ്റ്റർ. Followed by provision of frequent but light irrigations. തുടർന്നുള്ള സമയങ്ങളിൽ, സെപ്റ്റംബറിന് ശേഷമുള്ള നമുക്ക് സാധാരണ തണുപ്പ് അനുഭവപ്പെടുന്ന സമയങ്ങളിൽ ലൈറ്റ് ഇറിഗേഷൻ ആവശ്യമുള്ള സസ്യമാണ് ആസ്റ്റർ. Heavy rains cause fungal disease like leaf spot and wilt. ഒരുപാട് മഴ ഉണ്ടെങ്കിൽ എല്ലാ വിളകളിലും എന്ന പോലെ ആസ്റ്റർ ചെടികളിലും ഫംഗസ് രോഗം, ഉദാഹരണമായി ലീഫ് സ്പോട്ട് ഇലപ്പുള്ളി രോഗം, വിൽട്ട് വാട്ടരോഗം മുതലായവ കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ലൊക്കേഷൻ ആൻഡ് സോയിൽ, ഏതു പ്രദേശങ്ങളിലാണ് നന്നായി വളരുന്നത്? ചൈന ആസ്റ്റർ prefers to grow in an open sunny location. നമ്മൾ പറഞ്ഞു, നല്ല ഓപ്പൺ കൾട്ടിവേഷന് സൂര്യപ്രകാശം ആവശ്യമുള്ള സസ്യമാണ് ചൈന ആസ്റ്റർ. The crop is susceptible to more waterlogging. Waterlogging എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ട്. വെള്ളക്കെട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു ചെടിയല്ല ആസ്റ്റർ. ഹെൻസ് ആയതുകൊണ്ട് വെൽ ഡ്രെയിൻഡ് റെഡ് ലോമി സോയിൽസ് ആർ റിക്വയർഡ്. നല്ല നീർവാർച്ചാ സൗകര്യമുള്ള ചുവന്ന ലോമി സോയിൽസ് ആണ് ഇതിന് ആവശ്യം. ഈ ഒരു അവസരത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ലെവൽ 3യിൽ നമ്മൾ പഠിച്ച ബേസിക്സ് ഓഫ് അഗ്രികൾച്ചർ,
ഒരു കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കാലാവസ്ഥ, മണ്ണ്, ടൂൾസ്, ന്യൂട്രിയൻസ്, പ്ലാന്റ് പ്രൊട്ടക്ഷൻ എന്നീ പാഠഭാഗങ്ങൾ റിഫ്രഷ് ചെയ്തതിന് ശേഷം വേണം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ. Coming back to the portion, the pH should be around 6.8 to 7.5. മണ്ണിൻ്റെ പുളിപ്പ്, ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷനെയാണ് നമ്മൾ pH എന്ന് സൂചിപ്പിക്കുന്നത്. ഇത് ഏതാണ്ട് 6.8നും 7.5നും ഇടയിലായിരിക്കുന്നതാണ് ആസ്റ്റർ ചെടിയുടെ വളർച്ചയ്ക്ക് അഭികാമ്യം. ഏതാണ്ട് ന്യൂട്രൽ എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. 7 ന്യൂട്രൽ pH വാല്യൂ എന്നുള്ളത് ഓർമ്മിക്കുമല്ലോ. ഹെവി സോയിൽസ് വിത്ത് ഹൈ കാൽസ്യം കണ്ടന്റ് ആർ നോട്ട് സ്യൂട്ടബിൾ. വളരെ ഹെവി ആയിട്ടുള്ള സോയിൽസ്, ക്ലേ കൂടുതലുള്ള കളിമണ്ണ്, നീർവാർച്ച സൗകര്യം കുറവുള്ള മണ്ണിൽ ഹൈ കാൽസ്യം കൂടിയാണെങ്കിൽ, കാൽസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ, അതായത് കുമ്മായം കൂടുതലായിട്ട് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ആസ്റ്റർ. ഇനി നമുക്ക് ചൈന ആസ്റ്ററിൻ്റെ വിവിധ വെറൈറ്റീസ്, കൃഷി ചെയ്യുന്ന ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിവിധ വിഭാഗങ്ങളുണ്ട്, കൾട്ടിവേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. വെരി ഡ്വാർഫ്, ഡ്വാർഫ്, ഇന്റർമീഡിയറ്റ്, ടോൾ. ഇതിൽ കൃഷി ചെയ്യാൻ കാർഷിക സർവകലാശാലകൾ, ഭാരതത്തിൽ എല്ലായിടത്തുമുള്ള പ്രമുഖ സർവകലാശാലകൾ ഹോർട്ടിക്കൾച്ചർ മേഖലയിൽ ഗവേഷണം നടത്തി വരുന്നുണ്ട്. അവിടെ നിന്നും റിലീസ് ചെയ്തിട്ടുള്ള പ്രധാന ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇന്ത്യക്ക് പുറത്തു നിന്നും വന്നിട്ടുള്ള ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ബൊക്കെ പൗഡർ പഫ്, ബൊക്കെ വൈറ്റ്, ഓസ്ട്രിച്ച് പ്ലൂം, ഡ്വാർഫ് ക്വീൻ, പിനോച്ചിയോ, ഡ്വാർഫ് ക്രിസാന്തിമം, ഡ്വാർഫ് ട്രയംഫ്, അമേരിക്കൻ ബ്യൂട്ടി എന്നിവയാണ് പ്രധാനമായിട്ടുള്ള ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ഇനങ്ങൾ. ഇനി ഇന്ത്യയിലെ പ്രമുഖ ഹോർട്ടിക്കൾച്ചർ റിസർച്ച് സ്ഥാപനമായ IIHR, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച്, ബാംഗ്ലൂരിലുള്ള സ്ഥാപനമാണ്. അവിടെ നിന്നും റിലീസ് ചെയ്തിട്ടുള്ള പ്രധാന ചൈന ആസ്റ്റർ വെറൈറ്റീസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്ന് കാമിനി, പൂർണിമ, ശശാങ്ക്, വയലറ്റ് കുഷൻ, അർക്ക ആദ്യ, അർക്ക അർച്ചന എന്നിവയാണ് പ്രധാനപ്പെട്ട ഇനങ്ങൾ. ഇനി ഇന്ത്യയിലെ മറ്റൊരു പ്രധാന സർവകലാശാലയായിട്ടുള്ള മഹാത്മാ ഫുലെ കൃഷി വിദ്യാപീഠ്, മഹാരാഷ്ട്രയിലുള്ള സ്ഥാപനമാണ്. അവിടെ നിന്നും പുറത്തിറക്കിയിട്ടുള്ള ആസ്റ്ററിൻ്റെ പ്രധാന ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അവ ഫൂലെ ഗണേഷ് വൈറ്റ്, ഫൂലെ ഗണേഷ് പിങ്ക്, ഫൂലെ ഗണേഷ് വയലറ്റ്, ഫൂലെ ഗണേഷ് പർപ്പിൾ എന്നിവയാണ്. ഹാർഡനിങ് എന്നുള്ള ഒരു പ്രോസസ്സ് നടത്തേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയും കരുതലോടും കൂടി വളർത്തിയിരുന്ന ചെടികളെ പ്രധാന ഫീൽഡിലേക്കുള്ള ചൂട്, തണുപ്പ്, ജലക്ഷാമം ഇവയെയൊക്കെ പൊരുത്തപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടി അല്പം സൂര്യപ്രകാശം കൂടുതൽ കൊള്ളിച്ചും അതുപോലെ തന്നെ നന നിർത്തിവെച്ചും പൊരുത്തപ്പെടുത്തിയെടുക്കുന്ന രീതിയെയാണ് ഹാർഡനിങ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി പ്രധാന ഫീൽഡ് എങ്ങനെയാണ് ഒരുക്കുന്നത് എന്ന് നോക്കാം. സ്ഥലം ഒരുക്കൽ, ഫീൽഡ് പ്രിപ്പറേഷൻ. The field should be plowed thoroughly and brought to a fine tilth. പ്രധാന ഫീൽഡ് നന്നായി ഉഴുത് ഒരുക്കേണ്ടത്, നല്ല ഫൈൻ ടിൽത്ത്, പൊടി മണ്ണാക്കി
കിളച്ചോ ഉഴുതോ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. About 10 to 15 tons of well decomposed farmyard manure FYM may be incorporated. ഒരു ഹെക്ടറിലേക്ക് 10 മുതൽ 15 ടൺ വരേക്കും അഴുകിപ്പൊടിഞ്ഞ കാലിവളം ചേർക്കുന്നത് നന്നായിരിക്കും. In areas receiving high rainfall, the seedlings should be planted on ridges. In areas receiving high rainfall, വളരെ ശക്തമായ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ സീഡ്ലിങ്സ് തൈകൾ ഉയർന്ന വാരങ്ങളിൽ നടുന്നതാണ് അഭികാമ്യം, നല്ലത്. ഇനി നടിയിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. 30 മുതൽ 45 ദിവസം പ്രായമുള്ള 1-1.5 മാസം പ്രായമുള്ള തൈകളാണ് മെയിൻ ഫീൽഡിലേക്ക് മാറ്റി നടാൻ നല്ലത്. 30 to 45 days old seedlings can be transplanted to the main field with a general spacing of 30 cm into 30 cm. പ്രധാന ഫീൽഡിൽ വരികൾക്കിടയിലും ചെടികൾക്കിടയിലും 30 സെന്റിമീറ്റർ അകലം വിട്ടു വേണം തൈകൾ നടുവാൻ. ഇനി ഈ ചെടികൾക്ക് വേണ്ട രാസവളവും അല്ലാതെയുള്ള ജൈവവളവും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ, വളത്തിന്റെ ശുപാർശ. ഫാംയാർഡ് മാനുവർ at the rate of 10 to 15 tons per hectare. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഇനി രാസവളങ്ങൾ. കെമിക്കൽ ഫെർട്ടിലൈസർ at the rate of 90:120:60 kg of NPK per hectare is applied as basal dose. അതായത് അടിവളമായി ബേസൽ ഡോസും ടോപ്പ് ഡ്രസ്സിങ്ങും 2 തരത്തിലുള്ള വളപ്രയോഗ രീതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ ബേസൽ ഡോസായി നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ 90, 120, 60 കിലോഗ്രാം വീതം നൽകേണ്ടതാണ്. ഈ അളവുകളെല്ലാം എലിമെന്റ്സിന്റെ രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. ഇതിനെ കർഷകർക്ക് വാങ്ങിക്കാൻ ആവശ്യമായ രാസവളങ്ങളുടെ രൂപത്തിലേക്ക് മാറ്റുന്നത് എങ്ങനെയെന്ന് ഫെർട്ടിലൈസർ കാൽക്കുലേഷൻ എന്നുള്ള പാഠഭാഗം എത്തുമ്പോൾ മനസ്സിലാക്കാം. ഇനി the crop has to be top dressed with 50 kg nitrogen per hectare at 40 days after transplanting. തൈകൾ പറിച്ചു നട്ടതിനു ശേഷം 40 ദിവസത്തിന് ശേഷം 50 കിലോ കൂടി നൈട്രജൻ മേൽവളമായി ടോപ്പ് ഡ്രസ്സിംഗ് ആയി നൽകേണ്ടതാണ്. ഇപ്പോൾ നിലവിൽ ടോട്ടൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എത്രയായി? 140:120:60 140, 120, 60 kg NPK per hectare ആയി എന്ന് മനസ്സിലാക്കാം. ഈ വളം ശുപാർശകൾ നന്നായി ഓർത്തിരിക്കുന്നത് കാൽക്കുലേഷൻ സമയത്ത്, ഫെർട്ടിലൈസർ കാൽക്കുലേഷൻ സമയത്ത് ഉപകാരപ്പെടും. അടുത്തതായി വളമിട്ടതിനു ശേഷം നനയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇറിഗേഷൻ, ജലസേചനം. ആസ്റ്റർ ചെടികളെ 4-5 ദിവസത്തിലൊരിക്കൽ നനയ്ക്കുന്നതാണ് ഉത്തമം. അതും കാലാവസ്ഥയും മണ്ണിനും അനുസരിച്ച് വേണം നനയ്ക്കാൻ. Irrigated once in 4 to 5 days depending upon the soil and weather conditions. സോയിൽ അഥവാ മണ്ണ് സാൻഡി ആണെങ്കിൽ, മണൽ കൂടുതലുള്ള മണ്ണാണെങ്കിൽ ജലസേചനത്തിന്റെ ഫ്രീക്വൻസി ഇന്റർവെൽ കൂടുതൽ തവണ നനയ്ക്കേണ്ടി വരും. ക്ലേ അല്ലെങ്കിൽ കളിമണ്ണ് കൂടുതലുള്ള മണ്ണിൽ ഇന്റർവെൽ ഫ്രീക്വൻസി കുറവായിരിക്കും. അതുപോലെ തന്നെ വെതർ കണ്ടീഷൻസ്, ഡ്രൈ സ്പെൽ അല്ലെങ്കിൽ ഉണക്ക് കൂടുതലുള്ള സമയങ്ങളിൽ മാത്രമാണ്
കൂടുതൽ നനയ്ക്കേണ്ടി വരുന്നത്. അടുത്തതായി നമുക്ക് ആസ്റ്റർ ചെടിയിൽ ആവശ്യമുള്ള സ്പെഷ്യൽ ഹോർട്ടിക്കൾച്ചറൽ പ്രാക്ടീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, എർത്തിങ് അപ്പ്, മണ്ണ് കയറ്റ്. Earthing up can be done twice at 30 days interval. 30 ദിവസത്തെ ഇടവേളയിൽ 2 തവണയായി ആസ്റ്റർ ചെടിക്ക് മണ്ണ് കയറ്റി കൊടുക്കുന്നതാണ് നല്ലത്. 1 മാസം ഇടവിട്ട് 2 തവണ എർത്തിങ് അപ്പ് ചെയ്യേണ്ടതാണ്. അടുത്ത പ്രധാന ഒരു സ്പെഷ്യൽ ഹോർട്ടിക്കൾച്ചറൽ പ്രാക്ടീസ് ആണ് പിഞ്ചിങ്, നുള്ളിയെടുക്കൽ. Pinching of main shoot at 1 month after transplanting. നട്ട് 1 മാസത്തിനു ശേഷം അഗ്രഭാഗത്ത് നിന്നും 3 മുതൽ 5 സെന്റിമീറ്റർ വരെ നുള്ളിക്കളയുന്നതിനെയാണ് പിഞ്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ, വളർച്ച കൂടുതലാവുന്നതിനും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതിനും സഹായിക്കുന്നു. Pinching delays first flowering by 8 to 12 days. 8 മുതൽ 12 ദിവസങ്ങൾ വരേക്കും ഫ്ലവറിംഗ് ഡിലേ ചെയ്യാൻ, പൂക്കുന്നത് താമസിക്കുവാനും പിഞ്ചിങ് കാരണമാകുന്നുണ്ട്. പൂക്കൾ ഉണ്ടാകുന്നത് വൈകിയാണെങ്കിലും ഒരുപാട് പൂക്കൾ ഉണ്ടാകുവാൻ വേണ്ടിയാണ് പിഞ്ചിങ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക. വീഡിംഗ്, കള നശീകരണം. The crop needs 2 hand weeding. കളകളുടെ വളർച്ചയ്ക്കനുസരിച്ച് ചുരുങ്ങിയത് 2 തവണയെങ്കിലും വീഡിംഗ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ ഉപയോഗം, യൂസ് ഓഫ് PGR. The number of flowers per plant and the duration of flowering can be increased by spraying growth regulators. ഒരു ചെടിയിൽ ഉണ്ടാകുന്ന പൂക്കളുടെ എണ്ണം കൂടുവാൻ, number of flowers per plant and duration of flowering, കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഒരു പൂക്കാലത്തിനു വേണ്ടിയും നമ്മൾ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉപയോഗിക്കുന്നു. ആസ്റ്ററിൽ ഉപയോഗിക്കുന്ന പ്രധാന പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റർ GA3 ആണ്, ജിബറലിക് ആസിഡ്. അത് ഉപയോഗിക്കുന്ന അളവ് 200 മുതൽ 300 ppm പാർട്സ് പെർ മില്യൺ. 1 മില്ലിഗ്രാം 1 ലിറ്ററിൽ ലയിപ്പിച്ച് കിട്ടുന്ന ലായനിയെയാണ് ppm എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫോളിയാർ സ്പ്രേ, ഫോളിയേജ് എന്ന വാക്കിന്റെ അർത്ഥം ഇലകൾ തന്നെയാണ്. ചെടികളിൽ കുളിപ്പിച്ച് സ്പ്രേ ചെയ്യുന്നതിനെയാണ് ഫോളിയാർ സ്പ്രേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലകളിൽ MH എന്ന് പറയുന്ന ഗ്രോത്ത് റെഗുലേറ്റർ, മാലിക് ഹൈഡ്രസൈഡ് എന്ന PGR അപ്ലൈ ചെയ്യുന്നത് ഫ്ലവറിംഗ് ഡിലേ ചെയ്യുന്നതിന്, വൈകിക്കുന്നതിന് സഹായിക്കുന്നു. ചില പ്രത്യേക പ്രതികൂല കാലാവസ്ഥകൾ അല്ലെങ്കിൽ വിപണിയിലെ മാന്ദ്യം മുതലായവ അനുഭവപ്പെടുമ്പോൾ നമുക്ക് ഫ്ലവറിംഗ് കുറച്ചുനാൾ കഴിഞ്ഞു മതി എന്ന് തോന്നുമ്പോൾ അത് ഡിലേ ചെയ്യിക്കുവാൻ, മാറ്റിവെപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റർ ആണ് മാലിക് ഹൈഡ്രസൈഡ് അഥവാ MH. അടുത്തതായി നമുക്ക് പരിശോധിക്കേണ്ടത് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ആണ്. സാധാരണയായി വിത്ത് മുതൽ അടുത്ത വിത്ത് വരേക്കാണ് ചെയ്യുന്ന എല്ലാ കാർഷിക സംരക്ഷണ മുറകളെയും നമ്മൾ പ്ലാൻ പ്രൊട്ടക്ഷനിൽ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷെ ഇവിടെ പ്രധാനമായും നമ്മൾ പ്രതിപാദിക്കുന്നത് ഇൻസെക്ട് പെസ്റ്റ്, ഡിസീസസ് മുതലായവയാണ്, രോഗങ്ങളും കീടങ്ങളും. പ്രധാന ഇൻസെക്ട് പെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ക്രൈസോമെലിഡ് ബീറ്റിൽ, ഇതിനെ പംകിൻ ബീറ്റിൽ എന്നും പറയാറുണ്ട്.
നമ്മുടെ കൃഷിയിടങ്ങളിൽ സാധാരണ കാണുന്ന ഒരു വണ്ടാണ് ഇത്. മത്തൻ, കുമ്പളം, വെള്ളരി മുതലായ വിളകളിലെ ഇലകളെല്ലാം തിന്നു നശിപ്പിക്കുന്ന അഡൾട്ടിനെയാണ് ചിത്രത്തിൽ കാണുന്നത്. ഈ വണ്ടുകൾ ആസ്റ്ററിനെ ആക്രമിക്കുന്നതായി കണ്ടുവരുന്നു. അടുത്തത് ആസ്റ്റർ സെമി ലൂപ്പർ. അതിൻ്റെ കാറ്റർപില്ലറാണ് ചെടിയെ ആക്രമിക്കുന്നത്. ഇലകളും പൂക്കളുമെല്ലാം തിന്നു നശിപ്പിക്കുന്ന ഒരു പ്രാണിയാണ് ആസ്റ്റർ സെമി ലൂപ്പർ. ഈ സെമി ലൂപ്പറിന്റെ ലോക്കോമോഷൻ, ചലനം ഒരു പ്രത്യേക രീതിയിലായതുകൊണ്ടാണ്, ലൂപ്പ് പോലെ വളഞ്ഞു പോകുന്നത് കൊണ്ടാണ് അതിനെ സെമി ലൂപ്പർ എന്ന് പറയുന്നത്. അടുത്ത ഒരു കീടം ആസ്റ്റർ സ്റ്റെം ബോറർ. പേരിലുള്ളതുപോലെ തന്നെ തണ്ടുതുരപ്പൻ, സ്റ്റെം ബോറർ, തുരന്നു കയറുന്ന കാറ്റർപില്ലറാണ് ആക്രമിക്കുന്നത്. ചെടിയെ ആക്രമിച്ച് തണ്ട് ഉൾഭാഗം പൊള്ളയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്തത് ലീഫ് ഈറ്റിംഗ് കാറ്റർപില്ലർ, ഇലതീനി പുഴുക്കൾ. കാറ്റർപില്ലറുകളാണ് ആക്രമണകാരിയായി തീരുന്നത്. അടുത്തത് ലീഫ് ഹോപ്പർ, നീരൂറ്റി കുടിക്കുന്ന തുള്ളൻ പോലുള്ള പ്രാണികളെയാണ് ലീഫ് ഹോപ്പർ എന്ന് പറയുന്നത്. നീരൂറ്റി കുടിക്കുമ്പോൾ ഹോപ്പർ ബേൺ, കരിഞ്ഞു പോയ പോലെ തുടർച്ചയായി അനവധി ഹോപ്പറുകൾ ആക്രമിക്കുമ്പോൾ കരിഞ്ഞു പോയ പോലെയുള്ള പാടുകൾ ഇലകളിൽ കാണാൻ സാധിക്കും. ദെൻ ബ്ലാക്ക് ബ്ലിസ്റ്റർ ബീറ്റിൽ, പൂക്കളും ഇലകളും തിന്നു നശിപ്പിക്കുന്ന വണ്ടുകളാണ് ബ്ലാക്ക് ബ്ലിസ്റ്റർ ബീറ്റിൽ. മനുഷ്യ ശരീരത്തിൽ ഒരു പ്രത്യേക കെമിക്കൽ വഴി ബ്ലിസ്റ്ററുകൾ, കുമിളകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് അതിനെ ബ്ലിസ്റ്റർ ബീറ്റിൽ എന്ന് വിളിക്കുന്നത്. അടുത്തതായി ലീഫ് മൈനർ, ഇലകൾ തുരന്നു തിന്ന് നശിപ്പിക്കുന്ന കീടങ്ങൾ. സാധാരണയായി ഇലകളിൽ ഉണ്ടാകുന്ന ഒരു മെഴുകുപാട, വാക്സി കോട്ടിങ്ങിന് അകത്തു കയറിയിരുന്ന് ക്ലോറോഫിൽ അഥവാ ചെടിയുടെ ഹരിതകം തിന്നു നശിപ്പിക്കുന്നത് മൂലം ഇലകളിലെല്ലാം വെളുത്ത പാടുകൾ, ചിത്രം വരച്ച പോലുള്ള പാടുകൾ കാണപ്പെടുന്നു. അതുകൊണ്ട് ഈ കീടത്തിനെ ചിത്രകീടം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത്ര നേരം നമ്മൾ പറഞ്ഞതെല്ലാം ഇൻസെക്റ്റ് പെസ്റ്റ് ആണ്. 6 കാലുള്ള കീടങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അതല്ലാതെയുള്ള പെസ്റ്റുകൾ, നോൺ ഇൻസെക്റ്റ് പെസ്റ്റുകൾ. 8 കാലിയുടെ കുടുംബത്തിൽ വരുന്ന റെഡ് സ്പൈഡർ മൈറ്റ്, ചുവന്ന നിറത്തിലുള്ള നീരൂറ്റി കുടിക്കുന്ന മൈറ്റുകൾ, മണ്ടരികളാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഇലയ്ക്കടിയിൽ നിന്നും നീരൂറ്റി കുടിക്കുന്നത് വഴി ഇലകളുടെ മുകൾ ഭാഗം വെളുത്ത് കുത്തുകളായി കാണപ്പെടുന്നു. നിമറ്റോഡ് അറ്റാക്ക്, നിമാവിരകൾ, കാലുകളൊന്നും തന്നെ ഇല്ലാത്ത വിരകൾ പോലുള്ള, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത വേരുകളെ മാത്രം ആക്രമിക്കുന്ന നോൺ ഇൻസെക്റ്റ് പെസ്റ്റാണ് നിമറ്റോഡുകൾ. സസ്യങ്ങളുടെ സൈലം, ഫ്ലോയം മുതലായവ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് കൊണ്ട് ചെടികൾ നശിച്ചു പോകുന്നതാണ് ഇതിൻ്റെ ലക്ഷണം. അടുത്തതായി പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. നമുക്കറിയുന്നത് പോലെ എല്ലാ വിളകളിലും രോഗകാരികളായി മാറുന്നത് പ്രധാനമായും കുമിളുകളാണ്, ഫംഗസുകൾ. ആസ്റ്ററിന്റെ, ചൈന ആസ്റ്ററിന്റെയും പ്രധാന രോഗങ്ങളായിട്ടുള്ള ലീഫ് സ്പോട്ട്, ഇലപ്പുള്ളി രോഗം, കോളാർ റോട്ട്. കോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങൾ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന, ആ ചേരുന്ന ഭാഗത്തിനെയാണ് കോളാർ എന്ന് പറയുന്നത്. ആ ഭാഗം ചീഞ്ഞു പോകുന്നു. അതുപോലെ ബ്ലൈറ്റ്, പൂക്കൾ കരിഞ്ഞു പോകുന്നത്, വിൽട്ട്, വാട്ടരോഗം, ഇവയെല്ലാം തന്നെ
കുമിളുകൾ അഥവാ ഫംഗസുകൾ ഉണ്ടാക്കുന്നതാണ്. യെല്ലോയിങ് എന്ന് പറഞ്ഞ രോഗം ഫൈറ്റോപ്ലാസ്മ എന്ന സൂക്ഷ്മാണു മൂലമാണ് ഉണ്ടാവുന്നത്. പ്രധാന രോഗങ്ങളും കീടങ്ങളെയും സാധാരണഗതിയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ജൈവ കീടനാശിനികളായിട്ടുള്ള നീം ഓയിൽ, വേപ്പെണ്ണ മിശ്രിതം, വേപ്പിൻ കുരു സത്ത്, അതുപോലെ തന്നെ ബിവേറിയ, വെർട്ടിസീലിയം മുതലായവയെ ഉപയോഗിച്ചോ, അതുപോലെ തന്നെ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള സ്യൂഡോമോണാസ് പോലുള്ളവ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രകൃതിക്ക് ദോഷകരമല്ലാതെയുള്ള വീര്യം കുറഞ്ഞ കോൺടാക്ട് ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിച്ചു. ഓർക്കുക, അവസാനത്തെ പ്രയോഗരീതി മാത്രമാണ് കെമിക്കൽസ് എന്നത് സംയോജിത കീടരോഗ നിയന്ത്രണത്തിൽ നമ്മൾ ലെവൽ 3-യിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ജൈവ കീടനാശിനികളോ കുമിൾനാശിനികളോ ഉപയോഗിക്കാം. അല്ലെങ്കിൽ വളരെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രാസകീടനാശിനികൾ ഉപയോഗിച്ചും ഈ രോഗകീടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഹാർവസ്റ്റിംഗ് ആൻഡ് പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിളവെടുപ്പും വിളവെടുപ്പിന് ശേഷമുള്ള വിള കൈകാര്യം ചെയ്യൽ. നമുക്കറിയാം, ഓരോ പൂക്കളും നമ്മൾ കടയിലെല്ലാം ഇരിക്കുന്നത് കണ്ടിട്ടുള്ളത് പല രൂപത്തിലാണ്. റോസ് എല്ലാം മുഴുവൻ വിരിയാത്ത മൊട്ടുകൾ പോലെയാണ് കണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ജർബറ, ആസ്റ്റർ ഇവയെല്ലാം മുഴുവൻ വിരിഞ്ഞ പൂക്കളായിരിക്കും കണ്ടിരിക്കുന്നത്. സോ ഓരോ പൂക്കൾക്കും അതിനായി വിളവെടുക്കേണ്ടുന്ന പ്രത്യേക സമയങ്ങളും രീതികളും ഉണ്ട്. ചൈന ആസ്റ്ററിലെ ഫ്ലവേഴ്സ് ആർ റെഡി ഫോർ ഹാർവെസ്റ്റിംഗ് ഇൻ 10 to 12 വീക്സ് ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റിംഗ്. പറിച്ചു നട്ടതിന് 10-12 ആഴ്ചകൾക്ക് ശേഷം, 12 ആഴ്ച എന്ന് പറയുമ്പോൾ 3 മാസങ്ങൾക്ക് ശേഷം ചൈന ആസ്റ്റർ വിളവെടുക്കാനാവും. ജനറലി ഇൻ ആസ്റ്റർ ഫുള്ളി ഓപ്പൺ ഫ്ലവേഴ്സ്, മുഴുവനായും വിടർന്ന പൂക്കളാണ് വിളവെടുക്കുന്നത്. ചൈന ആസ്റ്ററിന്റെ പ്രധാന ഉപയോഗം കട്ട് ഫ്ലവർ ആണെന്ന് നമ്മൾ സൂചിപ്പിച്ചു. പക്ഷേ ഇത്തിരി കുഞ്ഞന്മാരായിട്ടുള്ള വെറൈറ്റീസ്, വെരി ഡ്വാർഫ് വെറൈറ്റീസ് എല്ലാം നമുക്ക് ലൂസ് ഫ്ലവർ ആയിട്ടും ഉപയോഗിക്കാം. ഫോർ കട്ട് ഫ്ലവർ, ഫ്ലവേഴ്സ് അലോങ് വിത്ത് സ്റ്റോക്സ്, പൂക്കൾ നല്ല നീണ്ട തണ്ടോടുകൂടിയോ, ഓർ ഹോൾ പ്ലാന്റ്സ് ആർ ഹാർവെസ്റ്റഡ്, മുഴുവൻ ചെടിയോ നമുക്ക് വിളവെടുക്കാം. ഫോർ ലൂസ് ഫ്ലവേഴ്സ്, ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് ആർ ഹാർവെസ്റ്റഡ് വിത്ത് ഷോർട്ട് സ്റ്റെംസ് അറ്റാച്ച്ഡ്. ലൂസ് ആയിട്ടുള്ള കുതിർന്ന പൂക്കൾക്ക് വേണ്ടി കുറച്ചു മാത്രം തണ്ട് ചേർന്നിട്ടുള്ള പൂക്കളാണ് വിളവെടുക്കുന്നത്. ഈൽഡ്, വിളവ്. അപ്രോക്സിമേറ്റ് ഈൽഡ് ഡേയ്സ്, ഏകദേശ വിളവ് എന്ന് പറയുന്നത് 18 to 20 tons per hectare. ഒരു ഹെക്ടറിൽ നിന്ന്, അതായത് 2.5 ഏക്കർ അഥവാ 250 സെന്റിൽ നിന്നും 18 മുതൽ 20 ടൺ വരേക്കും നമുക്ക് പൂക്കൾ ലഭിക്കുന്നു. അതായത് ഒരു സെന്റിൽ നിന്നും നമുക്ക് 80 കിലോയോളം പൂക്കൾ ലഭ്യമാകും. അടുത്തതായി പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗ്. വിളവെടുപ്പിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ആസ്റ്ററിൽ ചെയ്യേണ്ടതുണ്ട്? മറ്റേത് ക്രോപ്പിലെയും പോലെ കട്ട് ഫ്ലവേഴ്സ് ആയി ഉപയോഗിക്കുന്ന പൂക്കളിൽ വിളവെടുത്ത ഉടനെ, ജസ്റ്റ് ആഫ്റ്റർ ഹാർവസ്റ്റ്, വിളവെടുത്ത ഉടനെ തന്നെ നല്ല ശുദ്ധജലത്തിൽ തണ്ടുകൾ ഇട്ടുവെക്കേണ്ടതാണ്. കട്ട് ഫ്ലവേഴ്സ് ആർ പുട്ട് വെർട്ടിക്കലി, നിവർത്തി തന്നെ, നേരെ തന്നെ
ക്ലീൻ വാട്ടറിൽ ഇട്ട് വെക്കേണ്ടതാണ്. കട്ട് ഫ്ലവേഴ്സ് ആർ പുട്ട് വെർട്ടിക്കലി ഇൻ ക്ലീൻ വാട്ടർ ഇമ്മീഡിയറ്റ്ലി. യൂഷ്വലി എ ബഞ്ച് ഓഫ് ആസ്റ്റർ കണ്ടെയ്ൻസ് 20 ഫ്ലവേഴ്സ്. ഒരു ബഞ്ച്, ഒരു കെട്ടെന്ന് പറയുന്നത് 20 പൂക്കളാണ്. ലോവർ ലീവ്സ് അറ്റാച്ച്ഡ് ടു സ്റ്റോക്ക് ആർ റിമൂവ്ഡ്. ആദ്യം ഫീൽഡിൽ നിന്നും കൊണ്ടുവന്നതിന് ശേഷം ചെയ്യുന്നത് തണ്ടിലെ താഴെ ഭാഗത്തുള്ള ആവശ്യമില്ലാത്ത ഇലകളെല്ലാം നീക്കം ചെയ്യലാണ്. അടുത്തതായി പ്രധാന പ്രവർത്തനമായിട്ടുള്ള ഗ്രേഡിംഗ് നടത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രേഡിംഗ് ക്യാൻ ബി ഡൺ അക്കോർഡിംഗ് ടു. എങ്ങനെയാണ് തരംതിരിക്കുന്നത്? നല്ല തണ്ടിന് നീളമുള്ളവ, പൂക്കൾക്ക് വലിപ്പമുള്ളവ, അതുപോലെ പുതുമയുള്ള പൂക്കൾ, നല്ല ഫ്രഷ് പൂക്കൾ, അങ്ങനെ മൂന്നായാണ് ഗ്രേഡിംഗ് നടത്തുന്നത്. ഗ്രേഡിംഗ് ക്യാൻ ബി ഡൺ അക്കോർഡിംഗ് ടു സ്റ്റോക്ക് ലെങ്ത്, തണ്ടിന്റെ നീളം, സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ ഫ്ലവർ ഹെഡിന്റെ സൈസും ഷേപ്പും, അതുപോലെ തന്നെ ഫ്രഷ്നെസ്, പുതുമ, ഇവയെ അടിസ്ഥാനമാക്കിയാണ് ഗ്രേഡിംഗ് നടത്തുന്നത്. ബഞ്ചിങ് ഓഫ് ചൈന ആസ്റ്റർ, കെട്ടുകളാക്കുന്നത് എങ്ങനെ? ഫ്ലവേഴ്സ് ഗ്രേഡഡ് ആർ ക്ലീൻഡ് ബൈ റിമൂവിംഗ് അൺവാണ്ടഡ് ലീവ്സ് ആൻഡ് ബഞ്ചസ് ആർ പ്രിപ്പയർഡ്. ആവശ്യമില്ലാത്ത ഇലകളെല്ലാം മാറ്റിക്കളഞ്ഞതിനു ശേഷം തണ്ടുകളെ കെട്ടുകളാക്കി മാറ്റുന്നു. എ ബഞ്ച് അക്കോമഡേറ്റ്സ്, ഒരു വലിയ കെട്ടെന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ബഞ്ചുണ്ട്. അതിൽ 3 മുതൽ 5 ചെടികൾ കാണും. 3 to 5 plants and 25 to 30 bunches are kept together. അപ്പോൾ 3-5 ചെടികളുള്ള ഒരു കെട്ട്, അങ്ങനെയുള്ള 25-30 ബഞ്ചസിനെ ചേർത്ത് കെട്ടിയാണ് വൺ ബണ്ടിൽ, വലിയൊരു കെട്ടാക്കി മാറ്റുന്നത്. ഫീൽഡിൽ നിന്നും, പ്രധാന കൃഷി സ്ഥലങ്ങളിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഡെസ്റ്റിനേഷൻ പോയിന്റ്സിലേക്ക്, കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് അയക്കുന്നത് ഓരോരോ ബണ്ടിലുകളാക്കി മാറ്റിയാണ്. പാക്കിംഗ് ഓഫ് ആസ്റ്റർ ഫ്ലവേഴ്സ്, എങ്ങനെയാണ് പാക്കിംഗ് ചെയ്യുന്നത്? പൂക്കളാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സസ്യഭാഗമാണ്. അതിനെ വളരെ ശ്രദ്ധയോടുകൂടി വേണം പാക്ക് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. Care should be taken so that no direct contact between flowers and packing material is done. പ്രധാന പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ള CFB ബോക്സസ് ഉണ്ട്, കൊറുഗേറ്റഡ് ഫൈബർ ബോക്സസ്, അതുപോലെ വുഡൻ ബോക്സസ്, പണ്ട് ഉപയോഗിച്ചിരുന്ന തടി കൊണ്ടുള്ള ബോക്സുകൾ. ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള യൂണിറ്റിൽ നമ്മൾ പഠിക്കും. ഇത്തരം ബോക്സുകളിൽ നേരിട്ട് ടച്ച് ആവാതിരിക്കാൻ, തൊടാതിരിക്കാൻ വേണ്ടി, പൂക്കൾ കേടുവരാതിരിക്കാൻ ഹാർഡ് സർഫസുമായി തട്ടി ഉരസിലൊക്കെ ഉണ്ടായി പെറ്റൽസ് എല്ലാം കേടായി പോകുന്നത് പതിവാണ്. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി പൂക്കളെ നമ്മൾ പ്ലാസ്റ്റിക് ഫിലിം ഉപയോഗിച്ച് പൊതിയുന്നത് നല്ലതാണ്. ക്ലിയർ പ്ലാസ്റ്റിക് ഫിലിം ഇംപ്രൂവ്സ് അട്രാക്റ്റീവ്നെസ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ദം ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ. ക്ലിയർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഫിലിം ഉപയോഗിച്ച് പൂക്കളെ പൊതിയുന്നത് അട്രാക്റ്റീവ്നെസ്, ആകർഷണീയത കൂട്ടുന്നതിനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനും നല്ലതാണ്. അടുത്ത ഒരു പ്രധാന പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റിൽ വരുന്നത് തന്നെ വേസ്റ്റ് ലൈഫ് എങ്ങനെ കൂട്ടാം. ഇംപ്രൂവിംഗ് വേസ്റ്റ് ലൈഫ് ഓഫ് ചൈന ആസ്റ്റർ ഫ്ലവേഴ്സ്. സാധാരണഗതിയിൽ 10 മുതൽ 12 ദിവസം വരേക്കും ചൈന ആസ്റ്റർ പൂക്കൾ കേടുകൂടാതെ ഇരിക്കാറുണ്ട്. ഇങ്ങനെ പൂക്കൾ വെക്കുന്നതിന് പല സൊല്യൂഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ഇംപ്രൂവിംഗ് വേസ്റ്റ് ലൈഫ് ഓഫ് ചൈന ആസ്റ്റർ ഫ്ലവേഴ്സ്. ദേ ഹാവ് ഗുഡ് കീപ്പിംഗ് ക്വാളിറ്റി. നല്ല പോലെ കുറേ നാളുകൾ, 10 മുതൽ 12 ദിവസം വരെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. ഈ വേസ്റ്റ് ലൈഫ് കൂട്ടാൻ വേണ്ടി, വേസ്റ്റ് ലൈഫ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ബൈ ഫ്ലോറൽ പ്രിസർവേറ്റീവ്സ്. സംരക്ഷക വസ്തുക്കൾ, പൂക്കളെ സൂക്ഷിക്കുന്ന സംരക്ഷക വസ്തുക്കൾ, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന പഞ്ചസാര വെള്ളം, അല്ലെങ്കിൽ അല്പം ചൂടുള്ള ലൂക്ക് വാം വാട്ടർ, അതുപോലെ തന്നെ വിനാഗിരി മുതൽ വളരെ
കോസ്റ്റ്ലി ആയിട്ടുള്ള കെമിക്കൽസ് വരെ 8HQC ഹൈഡ്രോക്സി ക്വിനോളിൻ സൾഫേറ്റ്, അതുപോലെ തന്നെ STS സിൽവർ തയോസൾഫേറ്റ് മുതലായവ വിപണിയിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ഹോൾഡിംഗ് സൊല്യൂഷൻ, ചൈന ആസ്റ്റർ കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മാത്രം സമയത്തേക്ക് അതിൻ്റെ വേസ്റ്റ് ലൈഫ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൊല്യൂഷനാണ് ഹോൾഡിംഗ് സൊല്യൂഷൻ. അതിനുപയോഗിക്കുന്നത് 0.2% അലുമിനിയം സൾഫേറ്റ് പ്ലസ് 2% സുക്രോസ്, പഞ്ചസാര തന്നെ 2% സുക്രോസും 0.2% അലുമിനിയം സൾഫേറ്റും ചേർന്ന മിശ്രിതം ഹോൾഡിംഗ് സൊല്യൂഷനായി ഉപയോഗിച്ചാൽ ചൈന ആസ്റ്ററിൻ്റെ വേസ്റ്റ് ലൈഫ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഒരു ചെറിയ ടിപ്പ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്, വേസ്റ്റ് ലൈഫ് കൂട്ടാൻ വേണ്ടിയുള്ള ചെറിയൊരു ടിപ്പ് എന്ന് പറയുന്നത്, ആസ്റ്ററിൻ്റെ തണ്ടിന് ഒരു പ്രത്യേക മണമുണ്ട്, ഗന്ധമുണ്ട്. അത് അത്ര ആസ്വാദ്യകരമായിട്ടുള്ള ഒരു മണമൊന്നുമല്ല. A specific odor which is usually generated by China aster stems can be reduced by addition of few drops of formaldehyde in water. മനസ്സിലാക്കുക, കട്ട് ഫ്ലവേഴ്സ് അറേഞ്ച്മെന്റിനെല്ലാം ഉപയോഗിക്കുമ്പോൾ ഗന്ധം എന്നുള്ളതിന് അവിടെ പ്രസക്തിയില്ല. കാഴ്ചയുടെ ഭംഗിയാണ് ഏറ്റവും പ്രസക്തി. അപ്പോൾ ഗന്ധങ്ങൾ ഉള്ളതിനെ നീക്കം ചെയ്യാനായി ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്ന രാസവസ്തു കുറച്ച് തുള്ളികൾ വെള്ളത്തിൽ ഒഴിക്കുന്നത് നന്നായിരിക്കും, ഗന്ധങ്ങൾ മാറ്റാൻ വേണ്ടി സഹായിക്കുന്നു. നമ്മൾ കട്ട് ഫ്ലവർ ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഫ്ലോറൽ ഫോമുകൾ കണ്ടിട്ടുണ്ട്. ഒയാസിസ് എന്നുള്ള പേരിൽ പച്ച നിറത്തിലുള്ള ഇഷ്ടിക പോലെ കട്ടയായിരിക്കുന്ന ഒയാസിസ്, അതിൻ്റെ എല്ലാം നിർമ്മാണ വേളയിൽ അതിനകത്ത് ഫോർമാൽഡിഹൈഡ് ചേർത്താണ് നിർമ്മിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ആ ഒയാസിസിൽ ഫ്ലോറൽ ഫോമിൽ വെള്ളം നിറച്ച് അതിനകത്ത് കട്ട് ഫ്ലവേഴ്സ് കുത്തി നിർത്തുമ്പോൾ കുറേ നാളുകൾ അത് കേടാകാതെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൈന ആസ്റ്ററിൻ്റെ കാർഷിക പരിപാലന മുറകൾ, വിളവെടുപ്പിന് ശേഷം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, പൂക്കൾ കേടുകൂടാതെ ഇരിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി കാണും എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ചൈന ആസ്റ്റർ എന്ന കൊച്ചു സുന്ദരിയെ കൂടുതൽ അടുത്തറിയുന്നതിന് വേണ്ടി ഫീൽഡ് ലെവൽ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കും. ഫീൽഡിൽ വെച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുന്നതാണ്. അതിനുവേണ്ടി ഫീൽഡിൽ നമുക്ക് കാണാം. താങ്ക് യു.